ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലൂടെ കടന്നു പോകുന്ന അപകടകരമായ വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതവും വിചിത്രവുമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന ഈ ലൈൻ കുട്ടികളുടെ ജീവന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതർ വർഷങ്ങൾക്ക് മുമ്പേ പരാതി നൽകിയിരുന്നെങ്കിലും ഇപ്പോഴിതാ പരാതിക്കാർക്ക് 1.5 ലക്ഷം രൂപയിലധികം പിഴ ചുമത്തിയിരിക്കുകയാണ് KCB. ഈ നടപടി വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. സംഭവങ്ങളുടെ തുടക്കം സ്കൂൾ കെട്ടിടത്തിന്റെ തൊട്ട് മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകൾ അപകടാവസ്ഥയിലാണെന്നും ഇത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും കാണിച്ച് സ്കൂൾ അധികൃതർ KCBക്ക് പരാതി നൽകിയതോടെയാണ്. എന്നാൽ 2 വർഷത്തിലേറെയായിട്ടും ഈ പരാതിയിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെ തുടർന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും MM മണി MLAയും സ്കൂൾ സന്ദർശിക്കുകയും അപകടകരമായ ലൈനുകൾ മാറ്റി സ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് MLA ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പുകളെല്ലാം നിലനിൽക്കെയാണ് KCBയുടെ ഭാഗത്തു നിന്ന് സ്കൂളിന് പിഴ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. KCB പുറത്തിറക്കിയ ഉത്തരവിൽ 1,51,191 രൂപയാണ് സ്കൂൾ അധികൃതർ പിഴയായി അടയ്ക്കേണ്ടതെന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഈ വൈദ്യുതി ലൈനിന്റെ നേർക്ക് താഴെയായി സ്കൂളിന്റെ LP വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടവും സ്കൂളിന്റെ ഭാഗമായി മറ്റ് അനധികൃത നിർമ്മാണവും നടത്തിയത് മൂലമാണ് അപകടാവസ്ഥ ഉണ്ടായതെന്നാണ് KCBയുടെ വാദം. ലൈനുകൾ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുന്നതിന് 1,51,191 രൂപയുടെ എസ്റ്റിമേറ്റ് വരുമെന്നും ഈ തുക എത്രയും വേഗം അടച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നും KCB ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അല്ലാത്ത പക്ഷം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ നഷ്ടങ്ങൾക്കും ജീവഹാനിക്കും സ്കൂൾ അധികൃതർ മാത്രമായിരിക്കും ഉത്തരവാദികളെന്നും KCB കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു വശത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുൻകൈയെടുത്ത് പരാതി നൽകിയ സ്കൂൾ അധികൃതർക്ക് തന്നെ ഈ പിഴ ചുമത്തിയത് നീത്തുമല്ലെന്ന് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ വലിയൊരു തുക പിഴ ചുമത്തിയത് എന്ത് ന്യായത്തിന്റെ പേരിലാണെന്ന് ചോദ്യം ഉയരുന്നു. പരാതിയെ തുടർന്ന് ഒരു നടപടിയും എടുക്കാതിരിക്കുകയും എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടതിന് ശേഷം പിഴ ചുമത്തുകയും ചെയ്ത KCBയുടെ നിലപാട് വിരോധാഭാസമായി വിലയിരുത്താവുന്നതാണ്. മറുവശത്ത് KCBയുടെ വാദം വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ലൈൻ വലിച്ചിരുന്നത് എന്നാണ്. പിന്നീട് സ്കൂൾ അധികൃതർ ലൈനിന്റെ ചുവട്ടിൽ കെട്ടിടം നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ അപകടാവസ്ഥയ്ക്ക് കാരണമെന്നും ഇത് KCBയുടെ നിയമലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം കെട്ടിട ഉടമകൾക്കാണെന്നും ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് സ്വാഭാവികമായും നിയമലംഘനം നടത്തിയവർ വഹിക്കണമെന്നുമാണ് KCBയുടെ നിലപാട്. എങ്കിലും KCBയുടെ ഈ തീരുമാനം പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഇടയിൽ വലിയൊരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. സുരക്ഷയെ മുൻനിർത്തി ഒരു സർക്കാർ സ്കൂളിനെതിരെ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ശരിയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. സ്കൂളിന് പിഴ ചുമത്തുന്നതിന് പകരം സർക്കാരോ KCBയോ ഈ തുക വഹിച്ചുകൊണ്ട് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് പലരുടെയും ആവശ്യം. MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഉറപ്പ് പാലിക്കപ്പെടുമോ എന്നും അതോ സ്കൂളിന് പിഴ അടയ്ക്കേണ്ടി വരുമോ എന്നും ഉറ്റുനോക്കുകയാണ് എല്ലാവരും. ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായ ഒരു സാഹചര്യത്തിൽ സാങ്കേതികപരമായ വാദങ്ങൾക്കപ്പുറം മാനുഷികമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കുകയും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. KCBയുടെ പിഴ നടപടി സ്കൂളിന്റെ പ്രവർത്തനങ്ങളെയും സാമ്പത്തിക സ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് സ്കൂളിൽ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയും ആശങ്കയിലാക്കുന്നു. ഈ പ്രതിസന്ധിക്ക് ഉടനടി ഒരു പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷയാണ്.